1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത്. അതായത് പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ആയുസ്സിന് ഉണ്ടായിരുന്ന ഭീതി മാറിക്കിട്ടുന്നു. അതായത് മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭീതി. അത് മാത്രമല്ല, പല അകാരണമായ പല ഭയങ്ങളും മാറിക്കിട്ടുന്നു. അതുപോലെ വളരെയധികം ആലോചിച്ച് വേണം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി. അതിനുള്ള ബുദ്ധി സാമർഥ്യം അവർക്ക് ഈ മാസം ഉണ്ടാകുന്നു. ബുദ്ധി മാന്യം മാറിക്കിട്ടുന്നു. അത് മന്ദബുദ്ധി പോലെ ഉണ്ട്. മന്ദബുദ്ധി എന്ന രോഗമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചിന്താശേഷി കുറവുണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ജപ്തി മുതലായ നടപടികൾ നേരിടുന്നവരാണെങ്കിൽ ഈ മാസം ഒന്ന് ഒഴിവാക്കി കിട്ടുന്നു. മറ്റുള്ളവരോടുള്ള കലഹങ്ങളും ദേഷ്യങ്ങളും പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. പല രീതിയിലും ഉണ്ടായിക്കൊണ്ടിരുന്ന നഷ്ടങ്ങളും പാഴ്ചലുകളും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ പല വഴികളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വഴികളിൽ കൂടി തന്നെ ധനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. കാര്യങ്ങൾ വളരെ കാലതാമസമില്ലാണ്ട് വേഗം നടന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. ചെറുപ്പക്കാർക്ക് പുതിയ രീതിയിൽ നല്ല ഡ്രസ്സുകളോ അല്ലാന്നുണ്ടെങ്കിൽ മികച്ച ഡ്രസ്സുകളോ വാഹനമോ ആഭരണങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സമ്മാനങ്ങളായിട്ട് പലതും അവർക്ക് ലഭിക്കാം. വിരോധത്തിലായിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളോട് വിരോധമുള്ളവർ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നു. പോലീസ് പരാതികൾ, കോടതി കേസുകൾ മുതലായവ ഉണ്ടാകുമോ എന്നൊരു ഭയം അവർക്ക് മാറിക്കിട്ടുന്നു. മാതാപിതാക്കൾക്കും മറ്റു കാരണവന്മാർക്കൊക്കെ അമ്മാവന്മാർക്കൊക്കെ ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചില കഷ്ടതകളൊക്കെ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാൻ, ചില വഴക്കുകളും തർക്കങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം വരാൻ, പല രീതിയിലുള്ള തടസ്സം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം വിദേശത്ത് പോയി നേടുന്നുള്ളവർക്ക് ആദ്യം ചില തടസ്സം ഉണ്ടാകാം. എങ്കിലും അത് നിങ്ങൾ തന്നെ അത് ശ്രമിച്ച് മാറ്റിയെടുക്കുക, എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അന്യരിൽ നിന്നും ചതി പറ്റാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയായിരിക്കുക, ചതിക്കപ്പെടാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ പൂയ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 14 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലുള്ളവർ ഇക്കാലം ആരുമായും യാതൊരു തരത്തിലും വഴക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള തർക്കങ്ങളിലോ ഒന്നും പോകരുത്. കാലം ഒരിക്കലും അനുകൂലമല്ല. സ്വന്തം വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് സാമ്പത്തിക ക്ലേശം വരാം, ചിലർക്ക് രോഗങ്ങൾ ഉണ്ടാകാം. ക്രമേണ കഷ്ടങ്ങൾ എല്ലാം മാറി പുരോഗതിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 14 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ക്രമേണ പുരോഗതി എല്ലാ മേഖലയിലും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം കൂടി അവർക്ക് ലഭിക്കുന്നു. കൂടാതെ സാമാന്യം നല്ല മികച്ച തസ്തികകളിൽ ജോലി ലഭിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില പ്രത്യേക തൊഴിലിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നതിന് അപൂർവം ചിലർക്കാണ് ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളുടെ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അധികാരികളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാം. വിവാഹിതരാകാനും സന്താന ഭാഗ്യത്തിനൊക്കെയുള്ള യോഗം ഈ സമയം കാണുന്നുണ്ട്. ഈ സമയം ചിലർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ആയതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം ഇവിടെ ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് ദമ്പതിമാർ തമ്മിൽ അകന്നു താമസിക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. ജോലി സംബന്ധമാകാം കൂടുതൽ ഇങ്ങനെ അകന്ന് താമസിക്കുന്നത്. അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും ശല്യം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വഭവനത്തിൽ നിന്നും വേറിട്ട് മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. ശത്രുക്കളെ ഉപദ്രവം കുറയാം. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാം നേരെയാവുന്നതായിട്ടാണ് കാണുന്നത്. ധനവും മറ്റ് സമ്പത്തുകളും ലഭ്യമാകുന്നു. 38 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ തടസ്സമില്ലാണ്ട് നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നു. വാഹനങ്ങൾ, വീട്, ഭൂമി എന്നിവ സ്വന്തമാക്കുന്നതിനുള്ള യോഗം കാണുന്നതിനാൽ അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പെട്ടെന്ന്
ലോണ് കിട്ടുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാകുന്നതിനോ ഈ സമയം വളരെ അനുകൂലമാണ്. അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ അത് സമ്പാദിക്കാൻ ശ്രമിക്കുക. നല്ലൊരു സാമ്പത്തിക സ്ഥിതി വരുന്നു. മേലധികാരികളിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുശല്യം കുറയുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കാരണം ഭാഗ്യം അനുകൂലമാണ് ഈ സമയത്ത്. വേണ്ടപ്പെട്ടവരുടെ മരണം സംഭവിക്കുന്നതിന് ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. ചിലർ ആട്, മാട്, മറ്റു ഫാമുകൾ തുടങ്ങിയ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു. മറ്റു ചിലരാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ച് അതിൽ നിന്നും വളരെ ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ മറ്റുള്ള വ്യാപാരങ്ങളും ഒക്കെ തുടങ്ങി അതിലും വിജയിക്കുന്നതായിട്ട് കാണുന്നു. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയം കാണുന്നില്ല. 58 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് പല വിധത്തില് ദുഃഖങ്ങളും ചെറിയ ചെറിയ കഷ്ടതകളും മനപ്രയാസവും ഒക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. കോപം കൂടുതൽ ഉണ്ടാകുന്നത് കുറയ്ക്കേണ്ടത് നല്ലതായിരിക്കും. സർക്കാരിൽ നിന്നും പ്രതികൂല നടപടികൾ ഉണ്ടാകാം. സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് വളരെ സമ്പാദ്യം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണിത്. അന്യദേശവാസം ഈ സമയം ചിലർക്ക് കാണുന്നുണ്ട്. ചിലർക്ക് കെയർ ടേക്കറായിട്ടോ അല്ലെങ്കിൽ ലോക്കൽ ഗാർഡിയനായിട്ടോ മറ്റും ഉള്ള ഒരു തൊഴിൽ പ്രവേശിക്കുന്നതിന് സാധിക്കുന്നു. 64 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു കാലഘട്ടമാണിത്. ഭൂമിയും മറ്റു വസ്തുവകകളും വാങ്ങുവാനായിട്ട് ഇവിടെയും അവർക്കൊരു യോഗം കൂടി വന്നിട്ടുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ആദായം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ വസ്ത്ര വ്യാപാരികൾക്ക് ഏറെ ഗുണപ്പെട്ടതാണ് ഈ കാലഘട്ടം. ബന്ധുക്കളും പഴയകാല സ്നേഹിതന്മാരുമായി സസുഖം വസിക്കാനുള്ളൊരു ഭാഗ്യവും ഈ സമയം ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു തൃപ്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് അപൂർവം ചിലർക്ക് മാത്രമേ അത് കാണാൻ ഭാഗ്യമുള്ളൂ. കാരണം ഈ തൃപ്തി എന്നുള്ളത് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ എല്ലാത്തിനോടും ഒരു തൃപ്തി വരിക എന്നുള്ളൊരു ഭാഗ്യം തന്നെയാണ്. മോഷ്ടാക്കളെ സൂക്ഷിക്കുക, വളരെ നല്ലതായിരിക്കും. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊക്കെ തക്ക സമയത്ത് അതിനുള്ള ചികിത്സ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാം. 74 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള പൂയ നക്ഷത്രക്കാർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം ലഭിക്കാൻ സാധിക്കുന്നു. അതുപോലെ സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം ചതി, വഞ്ചന എന്നിവ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ അസുഖങ്ങൾ പെട്ടെന്ന് ഗുരുതരമാകാം എന്നുള്ളതിനാല് ആരംഭത്തിൽ തന്നെ ചികിത്സിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കണ്ണിനും വയറ്റിനും ചെറിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായിട്ടുള്ള ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ബുധനും ഗുരുവും കൂടി കർക്കിടക രാശിയില് യോഗം വരുന്നതിനാണ് ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച സംസാരശേഷി എന്നിവ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അറിവും വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. അതായത് നല്ലൊരു പ്രഭാഷകനാകാനായിട്ട് ചിലർക്ക് സാധിക്കും. നല്ലൊരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു ഈ യോഗത്താൽ. അതിനാലാണ്. അതുപോലെ തന്നെ ധനനേട്ടം ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക സ്ഥിരത വരുന്നു. നേരത്തെ അസ്ഥിരത ഉണ്ടായിരുന്നു, ഇപ്പൊ നല്ല രീതിയിൽ ഒരു സ്ഥിരത വന്നത് പോകുന്നു. കലകളിലും കലകളായിട്ടുള്ള സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിലൊക്കെ കുട്ടികൾക്ക് താല്പര്യം വർദ്ധിക്കുന്നു. അത് അവരെ പ്രോത്സാഹിപ്പിക്കുക, നിരുത്സാഹപ്പെടുത്തരുത്. അതുപോലെ ഇതിലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെ മികച്ചപ്പെട്ട ഒരു സമയമാണ്. എല്ലാവരോടും സ്നേഹത്തോടെയും സ്വഭാവത്തോടെയും ധർമ്മിഷ്ഠപരമായ രീതിയിൽ പെരുമാറാനുള്ള ഒരു ഗുണവും കൂടി ഈ യോഗം മൂലം ലഭിക്കുന്നു. കുടുംബത്തിൽ എല്ലാവർക്കും സമാധാനവും സ്നേഹവും ഐശ്വര്യവും ലഭിക്കുന്നു. ഇനി സൂര്യകേതു യോഗം ചിങ്ങരാശിയിൽ നടക്കുന്നതിനാല് ആത്മവിശ്വാസക്കുറവ്, ഇച്ഛാശക്തി ഇവയെ സാരമായി ബാധിക്കുന്ന ഒരു യോഗമാണ് ഈ ഗ്രഹണ യോഗം എന്ന സൂര്യകേതു യോഗം. അതായത് ആത്മവിശ്വാസം കുറയാം, ഇച്ഛാശക്തി അതും അതിന് ഭംഗം വരുന്നു. അതുപോലെ തന്നെ വയറു സംബന്ധിച്ച അസുഖങ്ങൾ കൂടുതൽ വരുന്നതിന് സാധ്യതയുണ്ട്. തലവേദന, നല്ല ശരിക്കുള്ള രീതിയിൽ വലിയ തലവേദന വരാം. അതുപോലെ ഉന്മേഷക്കുറവ് വരാം. പല രീതിയിലും ആരോഗ്യത്തിനൊക്കെ പ്രശ്നങ്ങൾ, അസുഖമല്ല പക്ഷെ എന്തോ ഒരു ഉന്മേഷം, ശാരീരിക ബലക്കുറവ് വരാം. തൊഴിലിലും കരിയറിലും, അതായത് കരിയറിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ചില നിർണായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ, കാരണം അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ആകെ ഒരു കൺഫ്യൂഷൻ മനസ്സിൽ വരുന്നു. അതുകൊണ്ടാണ് അത്. അലച്ചിലും ഉണ്ടാകുന്നു.
അനാവശ്യമായി ആരോടും വഴക്കുകളും തർക്കങ്ങൾക്കും പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. കോപം അടക്കുക. അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും വളരെ സൂക്ഷിക്കണം. ഇനി ചന്ദ്ര ശുക്ര യോഗം നടക്കുന്നതിനാണ്, അത് കന്യരാശിയിലാണ് നടക്കുന്നത്. മനസ്സിനെയും സാർഗാത്മികതയെയും അതുപോലെ തന്നെ ജീവിത രീതിയെയും തന്നെ ആകെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണിത്. കന്യരാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥനായിട്ടാണ് കാണുന്നത്. നൃത്തം, സംഗീതം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലയിൽ തന്നെ കുട്ടികൾക്ക് ഒരു ഉണർവ് ഉണ്ടാകുന്നു, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിലുള്ള കലാകാരന്മാർക്കാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നടന്ന യോഗത്തിലും ഇവർക്ക് വളരെ ഗുണം കിട്ടുന്നതാണ്. അതുപോലെ മറ്റുള്ളവരുടെ, നമ്മളെ കൂടി ഉള്ള സഹജീവികളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു കഴിവ്, അത് എന്താണ് അവരുടെ ദുഃഖങ്ങൾ പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതായിട്ടും ഈ യോഗം മൂലം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ ആ രീതിയിൽ സഹായിക്കുന്നതിനും കൂടി ഒരു ഭാഗ്യം നമുക്ക് മനസ്സുണ്ടാകുന്നു. അതുപോലെ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ഒരു ടൈം ബോണ്ടായിട്ട്, അതായത് കൃത്യനിഷ്ഠയോടെ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന തീയതിക്കുള്ളിൽ ചെയ്ത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുന്നു. ചിലർക്ക്, അവർക്ക് കോൺട്രാക്ടർമാർക്കായിരുന്നാലും പ്രോജക്റ്റുകൾ പോലുള്ളവർക്കായിരുന്നാലും കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ എന്നാലും ഈ യോഗത്തിന് ഒരു ന്യൂനതയുള്ളത്, സ്നേഹം, പ്രണയം എന്നിവയോട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിലുള്ള ആൾക്കാർ, സ്നേഹവും പ്രണയവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവർ ആത്മാർത്ഥത കാണിക്കുമെങ്കിൽ തന്നെയും അത് കന്നിരാശിയിലെ ശുക്രന്റെ ബലക്ഷയം മൂലം തെറ്റിദ്ധാരണ വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ചില മാനസിക പ്രശ്നങ്ങളും അനാവശ്യ ചിന്തകളൊക്കെ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.